ഉത്തരാഖണ്ഡ് ധരാലിയിലെ മേഘവിസ്ഫോടന ദുരന്തത്തിൽ കാണാതായ 67 പേർ മരിച്ചതായി പ്രഖ്യാപിച്ചു. 52 ദിവസത്തിനു ശേഷവും ഇവരെക്കുറിച്ച് സൂചന ലഭിക്കാത്തതിനാലാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇതോടെ ഉടൻ ധനസഹായം ലഭിക്കും. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 67 പേരെയാണ് മരിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 52 ദിവസം കഴിഞ്ഞിട്ടും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം, തീരുമാനമല്ലേ? ധരാലി മേഖലയെ തകർത്തടിച്ചുകൊണ്ടായിരുന്നു ഓഗസ്റ്റ് 5-ന് ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത്. അതിൽ 67-ലധികം പേരെ കാണാതായി സ്ഥിരീകരിച്ചിരുന്നു. 60-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ മിന്നൽ പ്രളയത്തിൽ, മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും കാണാതായ 67 പേർ മരിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രകൃതി ദുരന്തമുണ്ടായി 52 ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയം നടത്തുന്നത്. സാധാരണ രീതിയിൽ കാണാതായവരെ മരിച്ചതായി പ്രഖ്യാപിക്കാൻ 7 വർഷം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ അപകടത്തിൽ കാണാതായവർ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ള നിഗമനവും അവരെ ഇത്തരത്തിൽ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഇത്തരത്തിൽ ധനസഹായം ഉൾപ്പെടെ നൽകുന്നതിന് നിയമ തടസ്സമുണ്ടാകും. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടും അപകടത്തിന് ഇരയായവരുടെ കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കുന്നതിനുമാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളത്. 67 പേർ മരിച്ചവരായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം, ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് നൽകുന്ന ധനസഹായം ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും. ധരാലിയിൽ കെട്ടിടങ്ങളും ഒപ്പം ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും ഭയാനകമായിട്ടുള്ള പ്രകൃതി ദുരന്തമായിരുന്നു, മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമായിരുന്നു ധരാലിയിൽ ഉണ്ടായത്. ശരി, ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.